ഒന്ന് സലാം പറഞ്ഞ് ആ ബാഗൊക്കെ ഒന്ന് വാങ്ങിവെച്ച് ആ ഭാരം ഇറക്കി വെക്കുന്ന ഒരു ഭാര്യയാണ് ഏതൊരു പുരുഷനും ആഗ്രഹിക്കുന്നത്. ഇത് അടിമത്തമല്ല. പെണ്ണുങ്ങളെ മനസ്സിലാക്കണം. ഇത് നിങ്ങൾ ഭർത്താവിനെ അനുസരിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യുന്നത് ശരീഅത്ത് നിങ്ങളോട് പറഞ്ഞൊരു ദൗത്യം നിർവഹിക്കുകയാണ്. നിങ്ങളെ സന്തോഷിപ്പിച്ച് ജീവിപ്പിക്കാനും, മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ ഒരു വീടിനകത്ത് നിങ്ങൾക്ക് പാർപ്പിടം നൽകാനും ഭക്ഷണം നൽകാനും ഓടി നടക്കുന്ന ത്യാഗത്തിലാണ് നിങ്ങളുടെ ഭർത്താവെങ്കിൽ ആ ഭർത്താവിനെ സേവിക്കാനും സ്നേഹിക്കാനും നിങ്ങൾ കാണിക്കുന്ന സന്നദ്ധത ശരീഅത്തിനനുസരിക്കലാണ്, അടിമത്തമല്ലത്. അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാ പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര വലിയ പുണ്യമാണ്. ഭർത്താക്കന്മാർ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ മിനിമം ആദ്യത്തെ അരമണിക്കൂറെങ്കിലും ഒരു ഫോണും അറ്റൻഡ് ചെയ്യാതെ ഫോൺ ഓഫാക്കി വെച്ചിട്ട് വർത്താനത്തിലിരിക്കണം എന്നാണ്. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിയിലാണ്. ജോലിയിൽ മുഴുവൻ നമുക്ക് തിരക്കായിരിക്കും, വരുന്ന വഴിക്ക് തിരക്കായിരിക്കും, ഫോൺ റിങ് ചെയ്തേ കൊണ്ടിരിക്കും. എന്റെ മക്കളോ ഭാര്യയോ കുടുംബമോ അവരിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോ നിർബന്ധമായും ഫോൺ ഒന്ന് മാറ്റിവെക്കണം. ഒരു അരമണിക്കൂർ നിർബന്ധം, 1 മണിക്കൂറെങ്കിൽ നന്ന. അത് കഴിഞ്ഞ് അവരുമായൊക്കെ സംസാരിച്ച് ഒരുപക്ഷെ നിങ്ങൾക്ക് കോളുകൾ തിരിച്ചു വിളിക്കേണ്ടതുണ്ട്, തിരിച്ചു വിളിക്കാം. ആ ഒരു സ്നേഹബന്ധം നമ്മുടെ വീടിന്റെ ഉള്ളിൽ അല്ലാഹു തന്ന മവദ്ദത്തൻ വറഹ്മ, ഇത് നമ്മുടെ വീടിനുള്ളിൽ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലാഹു ഇത് എടുത്തു കൊണ്ടുപോകും. ഇത് നിക്കാഹിന്റെ സമയത്ത് അല്ലാഹു തന്ന റബ്ബിന്റെ 2 നിഅമത്താണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഒരു പരിചയമില്ലാത്ത 2 ആളുകൾ തമ്മിൽ ഇങ്ങനെ അല്ലാഹു മവദ്ദത്തും റഹ്മത്തും നിങ്ങൾക്ക് തന്നത് അല്ലാഹു ഉണ്ട് എന്നതിന്റെ അടയാളമാണ്. അതാണ് ഈ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം. പടച്ചതമ്പുരാനുണ്ട് എന്നതിന്റെ അടയാളമാണിത്. അതുകൊണ്ട് തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പോ ഒരു ഡേറ്റിങ്ങോ ഒന്നും വിവാഹത്തിന് മുമ്പ് ഒരു മുസ്ലിമും ആലോചിക്കേണ്ടത് പോലുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് എന്താ സംഭവിക്കാന്നറിയോ? ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് എന്താ? ഫ്രണ്ട്ഷിപ്പിൽ ഭയങ്കര രസമായിരിക്കും അല്ലേ? വിവാഹം കഴിഞ്ഞു നോക്കണ്ടേ? അതൊരു സീരിയസ് ബന്ധമായി മാറിക്കഴിയുമ്പോ അതിന്റെ രീതികൾ മാറും. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ പാടുണ്ടോ വീട്ടിലേക്ക്? പറ്റില്ല. നിക്കാഹ് കഴിഞ്ഞില്ലല്ലോ. അവളുമായിട്ട് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. അത്യാവശ്യമായ എന്തെങ്കിലും വളരെ സീരിയസ് മെസ്സേജുകൾ കൈമാറാം എന്നതിലപ്പുറം അവരുമായി ഒരു സ്നേഹബന്ധം പോലെയുള്ള സംസാരങ്ങൾ. ഭർത്താവായിട്ടില്ല, ഇവള് ഭാര്യയുമായിട്ടില്ലല്ലോ, അവൾക്ക് വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചു പോകാം. ആ ഒരു സമയത്ത് മനുഷ്യൻ ചെയ്യുന്ന വർത്തമാനങ്ങൾ വിശുദ്ധ ഇസ്ലാം കാണുന്നത് അത് അടിസ്ഥാനമില്ലാത്ത പ്രോമിസുകൾ മനുഷ്യൻ ചെയ്യാൻ ശ്രമിക്കുമെന്നാണ്. ഒരു തലയും വാലും ഇല്ലാണ്ട് സംസാരിക്കും. എന്നും കോഫി ഷോപ്പ്, ഇന്ന് നമുക്ക് ബാസ്കിൻ റോബിൻ, ഇന്ന് മറ്റിടത്ത് നമുക്ക് നാളെ അവിടെ പോവാം, മറ്റന്നാളെ നമുക്ക് ഇവിടെ പോകാം, അത് കഴിഞ്ഞ് നമുക്ക് ദുബൈക്കൊന്ന് പോകാം. ഇതൊക്കെ പറഞ്ഞ് കല്യാണം കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുമോ? ഇതിനൊക്കെ പരിമിതികൾ ഉണ്ടാവില്ലേ?